ഗജാനനം ഭൂതഗണാതിസേവിതം കപിത്തജംബൂഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. യാ കുന്ദേന്ദുതുഷാരഹാരധവളായ ശുഭ്രവസ്ത്രാവൃത യാ വീണാവരദണ്ഡമണ്ഡിതപരായ ശ്വേതപദ്മാസന യാ ബ്രഹ്മാർച്ചുത ശങ്കര പ്രഭൃതിഭിർദേവൈ സദാ പൂജിത സാ മാം പാതു സരസ്വതി ഭഗവതി നിശേഷജാഡ്യാപഹ. ഓം ഗുരുബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. എല്ലാ ദൈവമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. എല്ലാവരെയും ഭഗവാനിൽ അർപ്പിക്കുന്നു. എല്ലാ മക്കളും നിർമ്മല പവിത്രൻ, ഗീതാ നായർ, ജഗദമ്മ, രുക്മിണി മോഹൻ, നിർമ്മല രമേഷ്, പ്രസന്ന, ബിജി ബിജു, ജയ അനിൽ, സുലോചന അഖിൽ, ഓമന മുരളീധരൻ, എല്ലാവർക്കും കുറച്ച് ദിവസം കൊണ്ട് ഞാൻ വിചാരിക്കുന്നു എല്ലാവരെയും ഭഗവാൻ അർപ്പിക്കുന്ന കമൻസ് തരാത്ത അനേക മക്കളുണ്ട്. എല്ലാവർക്കും ഭഗവാന്റെ കൃപ എല്ലാവർക്കും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. നമുക്ക് ഭാഗവത കീർത്തനം കുറച്ച് ചൊല്ലിയിട്ട് ഭാഗവതം അല്പം വായിക്കാം. എല്ലാവരും ഭജിക്കണം, ഈ നാമങ്ങൾ ആരാധിക്കണം, ഒരുപാട് ആരാധിച്ച് ഭക്തി വർദ്ധിച്ചിട്ട്. കാരണം സാധാരണ ഭക്തന്മാർക്ക് എന്താ ഇവിടെ പറയുന്നത്, ഭക്തിയോഗം. അതിനാണ് നമ്മൾ ഇതൊക്കെ ഈ അല്ല പ്രാണായാമം അങ്ങനെയുള്ള ഓരോ അഭ്യാസങ്ങൾ, യോഗാഭ്യാസങ്ങൾക്ക് ഇത്രയൊക്കെ ആവശ്യമില്ല. അവർക്ക് വേറെ പലതും ആയിരിക്കും. നമ്മൾ ഭക്തന്മാർക്ക് എന്ത് വേണം അതുപോലെ നമുക്കും മോക്ഷത്തിലേക്ക് കടക്കുകയും ചെയ്യാം. അത് ഭക്തിയോഗം അതിനേക്കാൾ മെച്ചവുമാണ്. അതാണ് ഇവിടെ നിന്ന് നമ്മൾ വായിക്കാൻ പോകുന്നത് പോലും. അതുകൊണ്ട് നമുക്ക് എപ്പോഴും കലിയുഗത്തിൽ പ്രാർത്ഥനകളാണ് കൂടുതലും വേണ്ടത്. എന്തിനാ? ഭക്തി ഉണ്ടാകാൻ, ഭഗവാന് നമ്മളോട് സ്നേഹം ഉണ്ടാകാൻ. നമ്മൾ അത്രത്തോളം ഭക്തനാകുമ്പോൾ പരമാത്മാവ് എന്ത് ചെയ്യും? നമ്മളിൽ വസിക്കും. നമ്മൾ ഭഗവാനിലും ഭഗവാൻ ഭക്തനിലും എന്നല്ലേ പറയാം. അതുകൊണ്ടാണ് എത്രത്തോളം നമുക്ക് ആരാധിച്ച് ഭക്തി വർദ്ധിക്കാം. പ്രേമമാകുന്ന ഭക്തിയിലാണ് ഗോപസ്ത്രീകളും എത്രയോ ജനങ്ങൾ നമ്മൾ ഭാഗവതം വായിക്കും അറിഞ്ഞൂടെ മോക്ഷത്തിലേക്ക് ഭഗവാനോടൊപ്പം ചേർന്നത്. അതുകൊണ്ട് നമുക്കും ആ ഒരു യോഗം മതി, ഭക്തിയോഗം. കാരണം നമുക്ക് അല്ലാത്തതൊന്നും പാടാണ്. അത് ഇന്ന് വായിക്കുമ്പോൾ നമുക്ക് വിരാട് ധ്യാനം അത് നമുക്ക് വായിക്കുമ്പോൾ ഇന്ന് അതാ വായിക്കുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാവും. കൃഷ്ണ രാമ ഹരേ കൃഷ്ണ രാമ ഹരേ കൃഷ്ണ രാമ ഹരേ നാരായണ കൃഷ്ണ രാമ ഹരേ കൃഷ്ണ രാമ ഹരേ വൃഷ്ണിവംശോത്ഭവ കൈതൊഴുന്നീ. എത്രയും കള്ളനത്രേ മഹായോഗി പോൽ ഇത്ര വെള്ളം കൊടാദാഹമുള്ളോർക്കിവൻ യുദ്ധ ഉള്ളിൽ കൃത ചത്ത പാമ്പൊന്നെടുത്ത് ഇട്ടവൻ മെയ്യിലേ. കൃഷ്ണ രാമ ഹരേ കൃഷ്ണ രാമ ഹരേ കൃഷ്ണ രാമ ഹരേ കൃഷ്ണ രാമ ഹരേ നാരായണ കൃഷ്ണ രാമ ഹരേ കൃഷ്ണ രാമ ഹരേ വൃഷ്ണിവംശോത്ഭവ കൈതൊഴുന്നീ. ഏറ്റവും കോപം ഉൾക്കൊണ്ടു തൽപുത്രനങ്ങൂറ്റമായോരു ശാപം കൊടുത്തു ബലാൽ ധൂർധനാം ഭൂപനെ തക്ഷകൻ താൻ കടിച്ചിടും ഏഴാം ദിനേ. കൃഷ്ണ രാമ ഹരേ കൃഷ്ണ രാമ ഹരേ കൃഷ്ണ രാമ ഹരേ കൃഷ്ണ രാമ ഹരേ വാസുദേവ കൃഷ്ണ രാമ ഹരേ കൃഷ്ണ രാമ ഹരേ വൃഷ്ണിവംശോത്ഭവ കൈതൊഴുന്നീ. ഐഹികം തന്നിലുള്ള ആഗ്രഹം പോക്കുവാൻ ഈശ്വരൻ താൻ വരുത്തി നൃപനിക്രിയ. അപ്പോഴേ താൻ പിഴച്ചെന്നു തൽബാലകൻ തൽപുരം പൊക്കുപോൽ. കൃഷ്ണ രാമ ഹരേ കൃഷ്ണ രാമ ഹരേ കൃഷ്ണ രാമ ഹരേ കൃഷ്ണ രാമ ഹരേ നാരായണ കൃഷ്ണ രാമ ഹരേ കൃഷ്ണ രാമ ഹരേ വൃഷ്ണിവംശോത്ഭവ കൈതൊഴുന്നീ. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ
അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. നമ്മൾ വിരാട് രൂപ ധ്യാനമാണ് കഴിഞ്ഞ ദിവസം വായിച്ചതുകൊണ്ടിരുന്നത്. നമുക്ക് നമ്മുടെ ഉള്ളിൽ, അതായത് ദേഹമധ്യസ്ഥം സുഷുമ്നാ പരമഹാനാഡി, ദേഹികൾക്ക് ഇടയാതി നാഡിഭിരാവേഷ്ടിതം, എല്ലാവരുടെയും ഉള്ളിലുള്ളതാണ്. മൂലാധാരത്തിൽ കുടികൊള്ളുന്നതിനെ പറ്റിയാണ് ആ മഹാമായ പരാശക്തി, ജീവശക്തി. അതിന് കുണ്ടലിനി ശക്തി എന്നൊക്കെ പറയുന്നതാണിത്. അത് ജീവനായി വിളങ്ങും ആത്മാവ് നിർമ്മലം പരമാണ്. അത് ജീവന് ജീവൻ പരമാത്മാവെന്ന അത് നൂനം. യോഗമായത് തയോരൈക്യമെന്ന അതുകൊണ്ട് യോഗിതാൻ ഉചിതാസനസ്ഥനായി ഋജുകായൻ നാളീക സൂത്രം പോലെ മേവിടും സുഷുമ്നയിൽ, അതായത് മൂലാധാരത്തിൽ നമ്മുടെ നട്ടലിൻ്റെ അറ്റം, അഗ്രമായിരിക്കുന്ന ഒരു മുനമ്പ് പോലിരിക്കുന്ന അറ്റം, അവിടെ നാളമധ്യത്തിങ്കൽ അഗ്രാന്തസ്ഥ നിവാസസ്ഥം മൂലാധാരാഖ്യേ തത്ര ദീപവൽ ജീവാത്മാവ് നാലിതൾ മധ്യേ ശോഭിച്ചിടും സർവാത്മന. അപ്പോൾ നാലിതൾ മധ്യേ ഈ മൂലാധാരത്തിന് അവിടെ ഇങ്ങനെ ശോഭിക്കുന്നു. മൂലാധാരാഖ്യേ തത്ര ദീപവൽ, പ്രകാശത്തോടു കൂടി ജീവാത്മാവ്, അതായത് കുണ്ടലിനി ശക്തി അല്ലെങ്കിൽ നമ്മുടെ പരാശക്തി മഹാമായ അമ്മ ദേവി അവിടെയാണ് കുടികൊള്ളുന്നത്. നാലിതൾ മധ്യേ ശോഭിച്ചിടുന്നു സർവാത്മന. അതിനെ ഉണർത്തുകയാണ് നമ്മുടെ ലക്ഷ്യം. അത് ഭക്തി കൊണ്ട് ഉണരാം. ഭക്തിയോഗം മതി. എനിക്ക് വലിയ പ്രാണായാമം ഞാൻ ധ്യാനിക്കും, അത് എന്തൊരു യോഗമെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ വെറുതെ ഒരുപാട് നേരം പ്രാർത്ഥിച്ചിട്ട് എങ്ങനെയാ ഒരുപാട് നാമങ്ങൾ ചൊല്ലി എങ്ങനെ ആനന്ദിച്ചിട്ട് പോയിരുന്നങ്ങ് ധ്യാനിക്കും. അവിടെ തന്നെ ഇരുന്നങ്ങനെ കണ്ണടച്ചിരുന്നങ്ങ് ധ്യാനിക്കുമ്പോൾ അവിടെ ഞാനില്ല. പിന്നെ ഒടുക്കം എന്താ പറയാ, എപ്പോഴോ ഉണരുമ്പം അതിൽ നിന്ന് ഉണരുമ്പോൾ കണ്ണുനീരൊക്കെ ഇങ്ങനെ ഒഴുകിയേക്കുന്ന ഞാൻ അറിയാതെ തന്നെ. അപ്പോൾ അങ്ങനെ ഒരു ഭക്തിയോഗത്തിന് നമുക്ക് വേറെ ഒന്നും പറ്റത്തില്ല. അതാണ് നമുക്ക് വേണ്ടുന്നത്. എന്നിട്ട് നമുക്ക് വായിക്കാം. ഇത് നമുക്ക് വായിച്ചു നോക്കാം. എന്നിട്ട് ഭക്തിയോഗം ഇവിടെ പറയുമ്പോൾ നമുക്കത് എടുക്കാം. അപ്പോൾ മൂലാധാരാഖ്യേ തത്ര ദീപവൽ ജീവാത്മാവ് നാലിതൾ മധ്യേ ശോഭിച്ചിടുന്നു സർവാത്മന, തൽസ്വയം പ്രഭയിങ്കൽ നിന്നുണർന്നിടും ജീവൻ. ഉണർന്നെഴും ജീവൻ നമ്മൾ അവിടെ നിന്ന് ഉണർത്തണം മക്കളെ. അതിനാണ് എത്രത്തോളം ആരാധിക്കാം, പ്രാർത്ഥിക്കാം, ഭഗവാനോട് ചേർന്നിരുന്നിരുന്ന് അത് ഉണർന്ന് എവിടെ ചെല്ലണം. ആധാരവും നമുക്ക് തന്നെ പെട്ടെന്ന് തന്നെ അങ്ങ് നേരെ പൊയ്ക്കൊണ്ട് ഉണർന്നാൽ പിന്നെ അങ്ങ് നിൽക്കത്തില്ല. ബെല്ലും ബ്രേക്കുമില്ലാതെ ആ പരമാത്മ ചൈതന്യം ഇരിക്കുന്ന എവിടെയാ? സഹസ്രാര പത്മത്തിൽ. 1000 ഇതിലോട് കുടിക്കുന്ന ആ സഹസ്രപത്മത്തിൽ ചെന്ന് ലയം പ്രാപിക്കുന്നു. അവിടെയാണ് മംഗളസ്വരൂപനായ ശിവ. അപ്പോൾ ആ ശിവ ഈ മൂലാധാരത്തിരിക്കുന്ന ശക്തി കൂടെ ചേർന്ന് ലയിക്കുമ്പോഴാണ് ബ്രഹ്മസ്വതയിൽ നമ്മൾ ആനന്ദിക്കുന്നതും അവിടെ നിന്നാണ് നമുക്ക് അമൃതധാര നമ്മളിലേക്ക് ഒഴുകുന്നതും. അതങ്ങനെ ഘൃതം ഉരുകി ചേരുന്നത് പോലെ, നെയ്യ് ഉരുകിയാൽ എങ്ങനെ ഇരിക്കുക അതുപോലെ നമ്മൾ ഒന്നായി ലയിക്കുക. അത് നമുക്ക് വേണം. അപ്പോഴേ നമുക്ക് ആനന്ദ നിർവൃത്തി ഉണ്ടാകുള്ളൂ. അത് അനുഭവം നമ്മൾ ഭക്തി മാത്രം മതി. എങ്കിലും നമുക്കിത് വായിക്കാം. തൽ സ്വയം പ്രഭയെങ്കിൽ നിന്നുണർന്നെഴും ജീവൻ, തൽ സ്വതാലിംഗ്യത്തോടും പാദിത്യത്തോടും തമ്മിൽ അന്യോന്യം പ്രാണാപാനന്മാർ ഒരുമിച്ച്. ഇതൊരു ശ്വസനമാണ്. ഈ നമ്മുടെ ശ്വാസത്തിൽ കൂടെയാണ് ഇതെല്ലാം വരുന്നത്. അതാണ് പ്രാണാപാനന്മാർ. അത് നിശ്വാസവും ശ്വസിക്കുന്നതും നിശ്വസിക്കുന്നു. അത് പ്രാണ അപാനന്മാർ ഒരുമിച്ച്. അതൊന്നും എനിക്ക് പറഞ്ഞുതരാൻ അറിയത്തില്ല. ഞാനിത് വായിക്കാം. കാരണം ഞാനിത് അങ്ങനല്ല ആയത്. അതുകൊണ്ട് ഇത് പ്രാണായാമത്തിനെ പറ്റി എൻ്റെ അച്ഛനൊക്കെ ചെയ്ത യോഗമാണ്. സന്യാസം എന്ന് പറയുന്നത് അവർ എവിടേക്കോ പോകാം, അവർക്ക് ഉച്ചയൊക്കെ അവിടുന്ന് അവർ പുറപ്പെട്ട് സത്യലോകത്തും എവിടേക്കോ സഞ്ചരിക്കുന്ന ഒരു രീതിയാണ് ഈ പ്രാണായാമം. എനിക്കത് പറഞ്ഞുതരാൻ അറിയത്തില്ല. നമുക്ക് വായിക്കാം. തമ്മിൽ അന്യോന്യം പ്രാണാപാനന്മാർ ഒരുമിച്ച് ജന്മമൂലത്തിങ്കൽ ഒന്നിപ്പാൻ അനുഗ്രഹാൽ തന്നെ ആച്ഛാദിച്ചു സംഭ്രമിച്ചു കിടന്നിടും കുണ്ഡലിന്യാഖ്യ ശക്തി തന്നെയും ഉണർത്തിത്താൻ. നമുക്കും ഇത് ഉണർത്തണം. നമുക്ക് ഭക്തിയുണ്ട്. മന്ദമന്ദം മൂലാഗ്നി തന്നോട് ഒരുമിച്ച് മന്ദമെന്നിയെ ചക്ര ഷഡ്കങ്ങൾ, അത് 6 ആധാരങ്ങളും ഭേദിച്ചുടൻ തന്നിലകളിൽ ചേർന്നു നിന്ന ഭൂതാത്മാക്കളെ തന്നോട് കൂടെ ചേർത്തുകൊണ്ട് ആധാരങ്ങൾ കടന്ന് 6 കഴിഞ്ഞാലുടൻ 6 എന്ന് വെച്ചാൽ നദിയല്ല, 6 ആധാരവും
കടന്ന് കടന്ന് 6 കഴിഞ്ഞാൽ ഉടൻ അങ്ങ് തുടർന്ന് 26-ാം നില തന്നിലുണ്ടൊരു പത്മം. 6 12-ാം നിലയെന്നാണ് അതിൽ പറയുന്നത്. ഈ സഹസ്രാര പത്മത്തിൽ അവിടെ എന്താ ഇരിക്കുക? ഒരു പത്മം, ഒരു താമര. തുടർന്ന് 26-ാം നില തന്നിലുണ്ടൊരു പത്മം. എങ്ങനെ ഇരിക്കുക? തെളിഞ്ഞ 1008 ദളങ്ങളോടും കൂടി വിളങ്ങും തൽക്കർണികാഗ്രാന്തസ്ഥ സത്യാനന്ദം പരന്ന വെളിവിങ്കിൽ നിരന്നു കാണാം. പരാപര ജ്യോതിഷം പരമാത്മാനോ അക്ഷദ്വയം മുറിഞ്ഞു നിൽക്കും പ്രണവാസന നാളത്തൂടെ തടഞ്ഞിടാതെ വഴി തുടർന്നങ്ങേറി ചെന്നാൽ കലർന്നു കൂടും ബ്രഹ്മസതയാ ലയിച്ചു താൻ അലിഞ്ഞൊന്നാകും ഹൃദം ഉരുകിച്ചേരും പോലെ. ഇതൊക്കെ നമുക്കും പറ്റുന്നതാ. ഞാനിപ്പോൾ എന്തൊരു യോഗ എന്ന് എനിക്കറിയില്ല. ഇനി എൻ്റെത് പ്രാണായാമമായിരുന്നോ ഇതൊന്നും എനിക്ക് ആരും പറഞ്ഞു തരാനില്ല. പക്ഷേ ഇതൊക്കെ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എപ്പോഴും എൻ്റെ അനുഭവം ഇതുണ്ട്. പക്ഷെ അത് എന്തൊരു യോഗമാണെന്ന് പറഞ്ഞാൽ ഞാൻ ആരോടാ ചോദിക്കുക? എനിക്ക് എന്നോട് തന്നെ ചോദിക്കാൻ. ഇതൊക്കെ എൻ്റെ അനുഭവങ്ങളാണ്. അപ്പോൾ ഇതെല്ലാം പക്ഷെ അത് പ്രാണായാമമായിരുന്നോ അല്ലാത്ത എന്തെങ്കിലും യോഗയായിരുന്നോ അതൊന്നും എനിക്ക് പറഞ്ഞുതരാൻ അറിയില്ല. പക്ഷേ നമ്മൾ ഈ ലയം പ്രാപിക്കുമ്പോഴാണ് അവിടെ നമ്മൾ ഈ ബ്രഹ്മസ്വതയിൽ, അതാണ് ഞാൻ കുണ്ഡലിനി ശക്തി ജീവസ്വരൂപിണി മൂലപ്രകൃതി ചിന്മയി, ആ ഒരു നാമം ഞാൻ അങ്ങനെ എഴുതിയത്. വർഷങ്ങൾ കുറേ ആയതാ. അപ്പോൾ ഇതൊക്കെ അനുഭവത്തിൽ കൂടി ഞാൻ എഴുതിയ നാമങ്ങളാണ്. അപ്പോഴെന്ത് വരും? ഇതെല്ലാം നമുക്ക് അനുഭവം. ഇത് ഭക്തിയോഗം എന്നേ എനിക്ക് പറയാൻ അറിയാത്തുള്ളൂ. എനിക്കല്ലാതെ ഒരു ഗുരുവിൽ കൂടിയൊന്നും ഞാൻ ഒരു പ്രാണായാമൊന്നും ചെയ്യില്ല. അച്ഛൻ എന്നെ കുട്ടിനാളി ധ്യാനത്തിൽ ഇരിക്കാൻ പറഞ്ഞെന്നല്ലാതെ അന്നൊന്നും അതിനുള്ള പക്വതയൊന്നും എനിക്ക് ആയിട്ടില്ലായിരുന്നു. അന്ന് എന്തോ എനിക്ക് അനുഗ്രഹം തലയ്ക്ക് കൈവച്ച് അനുഗ്രഹിച്ചപ്പോൾ പ്രകാശം അന്നേരം തന്നെ ഞാൻ കണ്ടു. അതിങ്ങനെ കിടന്നു. പിന്നെ നമ്മളൊരു 10-30 വയസ്സൊക്കെ ആയപ്പം ഇവിടെ വേറെ മാറി താമസമൊക്കെ ആയപ്പോൾ പിന്നെ അങ്ങ് തുടങ്ങി ഒരു ഇളക്കമായിരുന്നു. എനിക്ക് എന്നുവെച്ചാൽ എനിക്കറിയില്ല എന്തിനു വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഇടുന്നത് കരഞ്ഞ് നിലവിളിക്കുന്നതെന്നും. അങ്ങനെ ആയതാ. അത് അച്ഛൻ അന്ന് ചെയ്തതിൻ്റെ ആ ഒരു ഗുരുവിൻ്റെ ഒരു എന്താ പറയുക അനുഗ്രഹം നമ്മുടെ ഉള്ളത്തിൽ കിടന്നാൽ അങ്ങനെ ഉണ്ടാവും. അതുകൊണ്ട് ഞാനത് എടുത്ത് നേരെ അതാണ്. അതുകൊണ്ട് എന്തു പറയുന്നു? അങ്ങനെ വിളങ്ങും തൽക്കർണിക അഗ്രാന്തസ്ഥ സത്യാനന്ദം പരന്ന വെളിവിങ്കിൽ നിരന്നു കാണാം. പരാപര നമുക്ക് അപ്പോഴവിടെ ഞാൻ എപ്പോഴും രാത്രി കിടക്കാൻ അല്ലാത്തൊരു ധ്യാനം ഇപ്പം എനിക്കില്ല. കാരണം ഇതൊക്കെ നിങ്ങൾക്ക് വേണ്ടി ഇതൊക്കെ ചെയ്യുന്നുണ്ട്, ഇതൊക്കെ ഇടുന്നുണ്ട്. പ്രത്യേകിച്ചൊരു ധ്യാനം എനിക്കിപ്പോൾ ഇല്ല. കിടക്കാൻ നേരം കണ്ണടയ്ക്കുമ്പം ലൈറ്റെല്ലാം അണച്ച് കിടക്കുമല്ലോ, അപ്പോൾ ഭഗവാനി എന്നുള്ള ധ്യാനം എപ്പോഴും ഉണ്ടല്ലോ. അപ്പോൾ ഗുരുവായൂരമ്പലവും എന്തെല്ലാം സ്വർണ്ണ വിഗ്രഹങ്ങളും സ്വർണ്ണ സിംഹാസനങ്ങളും എന്തെല്ലാം നമുക്ക് കാണാം. അതുകൊണ്ടല്ലേ നമ്മുടെ ഗാത്രമാകുന്ന ഈ ക്ഷേത്രത്തിൽ കാണാത്തതായി ഒന്നുമില്ല. ലോകത്ത് നമ്മൾ കണ്ടിട്ടില്ലാത്തത് കൂടെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ നമുക്ക് എവിടെയെങ്കിലും പോകണമെന്ന് ആഗ്രഹം ഉണ്ടാവുമോ? നമുക്കതും കണ്ട് ആനന്ദിച്ച് കിടന്നാൽ പോരെ. അതുകൊണ്ട് അത് സന്ധ്യനാമം ചൊല്ലുമ്പോൾ നമ്മൾ മനസ്സെവിടെയെങ്കിലും പണ്ട് പോയാലും നമ്മൾ അത് വഴിയേ പോകുന്നത് പോലെ ഇതൊക്കെ സാധകം അങ്ങ് അങ്ങ് ആയാൽ പിന്നെ നമ്മുടെ ഉള്ളിൽ ഇത് പോകത്തില്ല. നമ്മൾ കണ്ണടയ്ക്കുമ്പോൾ വിചാരിക്കാതെ തന്നെ നമ്മൾ ദർശനം കണ്ടുകൊണ്ടേയിരിക്കും. അതാണ് പിന്നെ അതിപ്പോൾ എൻ്റെ അനുഭവം അങ്ങനെ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു തരുമോ. അങ്ങനെ തന്നെ ആയിരിക്കും എല്ലാവർക്കും. എനിക്കത് അറിഞ്ഞൂടാ. എൻ്റെ കാര്യം അങ്ങനെയാണ്. ഞാൻ ധ്യാനിക്കാതെ വെറുതെ കണ്ണടച്ച് ഭഗവാനെ ചിന്തിച്ചാൽ മതി. അപ്പോഴേ ദർശനങ്ങൾ മെനങ്ങാനും ഭഗവാൻ ഗുരുവായൂരപ്പൻ്റെ അവിടെ സർവ്വത അതെല്ലാം എനിക്ക് എൻ്റെ അകക്കണ്ണി കാണാം. അതാണ് മൂന്നാം കണ്ണ് തുറക്കുക എന്ന് പറയുന്നത്. ആനന്ദ ലഹരിയാണത് കഴിഞ്ഞാൽ. അത് എപ്പോഴും പിന്നെ അതങ്ങനെ തന്നെയാണ്. കാണാതെല്ലാം പിന്നെ ആ പരമാത്മാവ് തന്നെയാണെന്ന് നമുക്ക് ഉൾക്കാഴ്ച ഉണ്ടാകും. ഒന്നും അന്യതായി ഇവിടെയും ഇല്ല. സർവ്വതും പരമാത്മ ചൈതന്യം തന്നെ. അത് തന്നെയാണ് ഞാനും. ഈ ഞാൻ തന്നെയാണ് ഞാനും. എല്ലാത്തിലും അത് ഞാൻ തന്നെയാകുന്നു. അല്ലാതെ മറ്റൊന്നും ഇവിടെ കാണുവാനില്ല എന്നുള്ള ഒരവസ്ഥയായി മാറും. അങ്ങനെ നമ്മൾ ആനന്ദം കണ്ടെത്തുന്നത്. അപ്പോൾ പരന്ന വെളിവെങ്കിൽ നിരന്ന് കാണാം പരാപര ജ്യോതിഷം പരമാത്മാന അക്ഷദ്വയം മുറിഞ്ഞു നിൽക്കും പ്രണവാസന നാളത്തോടെ തടഞ്ഞിടാതെ വഴി തുടർന്നങ്ങേറി ചെന്നാൽ കലർന്നുകൂടും ബ്രഹ്മസതയാ ലയിച്ചു താൻ അലിഞ്ഞ് ഒന്നാകും ഹൃദ ഉരുകിച്ചേരും പോലെ പറഞ്ഞിടരുതാതെ പരമാനന്ദത്തോടും നിറഞ്ഞു താനായി ചമഞ്ഞിരിക്കുന്നവൻ. താനായിരിക്കുന്ന ആളാരാ? അങ്ങനെ അത് ലയിക്കുക. അത് ഈ ഹൃദം നെയ്യ് ഉരുകി ചേരുന്നത് പോലെ അങ്ങ് ഒന്നാവുക. താനാണ് നമ്മളെ ഉള്ളത്തിരുന്നാൽ അങ്ങനെ ആകുന്നത്. അതാണ് അഹം ബ്രഹ്മം. അത് താൻ തന്നെയാണ്. പിന്നെ ഞാനാകുന്ന രത്നാഭായി പിന്നെ ഇതിലില്ല. അവിടെ പിന്നെ ആരാ ഉള്ളത്? ആ പരബ്രഹ്മ ചൈതന്യം മാത്രമേ പിന്നെ ഉള്ളു. മറ്റെല്ലാം പിന്നെ ശൂന്യമാ. അതാണ് ഉരുകിച്ചേരുന്നത് പോലെ.
പറഞ്ഞിടരുതാത്ത പരമാനന്ദമാണ്, ആനന്ദലഹരിയാണത്. അപ്പൊ പിന്നെ അവിടെ അങ്ങനെ അനുഭവം ഉള്ളവർ പിന്നെ ഈ മദ്യപാനത്തിനൊന്നും പോകത്തില്ല. ഈ മദ്യപിച്ച് ഓടെ കിടന്നാലോ എവിടെ കിടന്നാലോ അത് മലത്തിൽ കിടന്നാലോ അവരറിയത്തില്ലല്ലോ, കാരണം അവർക്ക് ബോധമില്ലല്ലോ. ഇതും ഒരുവിധം അങ്ങനെ പറയാം. നമുക്ക് പിന്നെ നമുക്ക് പുറം ലോകമായിട്ട് യാതൊരു ഇതുമില്ല. നമുക്ക് അങ്ങനെയുള്ള സന്യാസികൾക്ക് ഇറച്ചി തിന്നാലെന്താ, മത്സ്യം തിന്നാലെന്താ, അത് അവർ കൈ കിട്ടുന്നതൊക്കെ കഴിക്കണം. അവർക്ക് ശരീരബോധം ഇല്ലാത്തൊരവസ്ഥയായി മാറും. അതായത് ഇന്ന് ഇവിടെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന മഹാത്മാക്കളുടെക്കാളും അതൊക്കെ മേലേ പോകുന്നവരാ അങ്ങനെയുള്ള സന്യാസിമാർ. അവധൂതന്മാരെന്നും പറയുമായിരിക്കും അതിന്. കാരണം അവർക്ക് അവരുടെ ശരീരത്തെ അവർ കുളിച്ചെന്നോ അവർ നല്ല വസ്ത്രം ഉടുത്തിട്ടുണ്ടെന്നോ ഉടുത്തില്ലെന്നോ തിന്നെന്നോ കുടിച്ചെന്നോ എന്താണ് ഇത് കഴിച്ചെന്നോ വൃത്തി ഉള്ളതാണോ വൃത്തി ഇല്ലാത്തതാണോ ഇതൊന്നും അവർക്ക് ബാധകമല്ല. എന്താ കാരണം? പരമാത്മാവ് അങ്ങനെ തന്നെയാ. വായു മലത്തിലും വീശുന്നുണ്ട്, മരിച്ച ജഡത്തിലും വീശുന്നുണ്ട്. അവിടെ വായു ഇല്ലാതിരിക്കുന്നില്ല. അതുപോലെ തന്നെയാ മലത്തിലും ഉണ്ട് പരമാത്മാ ചൈതന്യം. അവിടെ അവിടെ അശുദ്ധിയില്ല. ശുദ്ധിയും അശുദ്ധിയും എല്ലാം അങ്ങ് പരമാത്മാവിൻ്റെ ഇതെല്ലാം അവിടുന്ന് ഏകമാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന ഒരു സന്യാസിക്ക് അജ്ഞാനമില്ല. അവർക്ക് മത്സ്യം തിന്നെന്നോ ആരെന്ത് കൊടുക്കുന്നോ അത് കഴിക്കുന്നു, അത്രയേ ഉള്ളൂ. ഒന്നും ചെയ്യുന്നില്ല, അവർ കൊല്ലുന്നില്ല, അവർ ജോലി അവർക്കൊന്നും ചെയ്യേണ്ടതായിട്ടില്ല. എന്തെങ്കിലും ആരെങ്കിലും കൊടുത്ത് അവർ കഴിക്കുന്നുണ്ട്. അത് മത്സ്യമാണോ മാംസമാണോ എന്നൊന്നും അവരറിയുന്നില്ല. കാരണം എന്താണ്? അവർക്ക് അങ്ങനെയുള്ള ഈ ബാഹ്യമായ യാതൊന്നും അവരുടെ ഉള്ളത്തിലില്ല. അവിടെ ഉള്ള എപ്പോഴും ഒരേ ഒരു ചിലരെങ്ങനെ ഈ വട്ട് പിടിച്ച് നടക്കുന്ന പോലെ നടക്കും. അവർ ചിലപ്പം കളിക്കും, ചിലപ്പം കരയും, ചിലപ്പം ചിരിക്കും. ഞാനിപ്പോൾ അതേ ഒരു അവസ്ഥയിലാണ്. അതുകൊണ്ട് എനിക്കിത് പറഞ്ഞുതരാൻ പറ്റും. ഞാൻ ചിലപ്പം ചിരിക്കും, ഞാൻ ചിലപ്പോൾ ഇത് വായിക്കുമ്പോൾ കരയും. ഇവിടെ പുറലോകത്ത് നിങ്ങൾ കേൾക്കുമെന്നോ കാണുമെന്നോ ഇതൊന്നും എൻ്റെ ഉള്ളത്തിൽ ഞാനിത് വായിക്കുമ്പോൾ ഞാനിവിടെ ശൂന്യമാണ്. ഞാനിവിടെ എന്തോ പറയുന്നു, അതേ എൻ്റെ ശ്രദ്ധയിലുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ കരഞ്ഞു പോകുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെ ഇഴിഞ്ഞിറങ്ങുന്നതുകൊണ്ട് അങ്ങനെ അതിൽക്കും മേലെ 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 ആയി വരുമ്പോൾ നമുക്കും പിന്നെ ഇറച്ചി തിന്നാലെന്താ? ചിലർ പറയും ഇറച്ചി തിന്നല്ലേ ശവക്കറിയാണ് എന്ന് പറയുന്നുണ്ട്. അതൊക്കെ ആദ്യ പടിയാ. അവർക്കത് വേണം. അങ്ങനെ ആയെങ്കിലേ മുന്നോട്ട് പോകാൻ പറ്റൂ. ആദ്യം ഈ ധർമ്മവും നീതിയും എല്ലാം വേണം, സൽക്കർമ്മങ്ങൾ തന്നെ ആയിരിക്കണം, അല്ലെങ്കിൽ ഇതിലേക്ക് എത്താൻ പറ്റത്തില്ല. എത്തിക്കഴിഞ്ഞാലോ പിന്നെ നമുക്ക് ഈ ബാഹ്യമായ ലോകത്തിലേക്ക് യാതൊരു മനസ്സോ ചിന്തയോ ഒന്നും കണ്ടതുമില്ല, കേട്ടതുമില്ല, പറഞ്ഞതുമില്ല, തിന്നതുമില്ല. തിന്നോ ഞാൻ തിന്നായിരിക്കും, അറിയുന്നില്ല, തിന്നത് അറിയുന്നില്ല. കഴിച്ചോ ആർക്കറിയാം. എനിക്കും ചിലപ്പോൾ അങ്ങനെ, ഞാൻ എന്ത് കഴിച്ചത്, ഞാൻ ഇതൊക്കെ കഴിച്ചിട്ട് ചെല്ലുമ്പോൾ ഞാൻ ചായ കുടിച്ചോ, ഞാനൊന്ന് ആഹാരം കഴിച്ചോ, ഒരു രക്ഷയും എനിക്ക് ഓർമ്മയില്ല. അതേ ഒരു അവസ്ഥയായി മാറുമ്പോഴാണ് നമ്മളത് അറിയുന്നത്. അങ്ങനത്തെ അവസ്ഥ ആകാത്ത മഹാത്മാക്കൾ ഇന്ന് ലോകത്തുണ്ട്. അവരാണ് തീർത്തും പറഞ്ഞത് ഇറച്ചി കഴിക്കല്ലേ, മത്സ്യം കഴിക്കുക. കാരണം എന്താ? അവർ അത്രത്തോളം ആയിട്ടില്ല. അവർക്ക് ശരീരബോധമുണ്ട്. അവർ ഒരുങ്ങുന്നു, അവർ നന്നായ അവർ ഇങ്ങനെ ഈ ലോകത്ത് മൊത്തം കറങ്ങുന്നു, മറ്റുള്ളവർക്കെല്ലാം കൊടുക്കുന്നു, നല്ല രീതിയിൽ അവർ ഭക്ഷണം എല്ലാം ഉണ്ട്. പക്ഷേ അവർക്ക് ഇതിലേക്ക് എത്തണമെങ്കിൽ അവർ മത്സ്യമാംസങ്ങൾ കഴിക്കാതെ എല്ലാ സൽക്കർമ്മങ്ങളും ചെയ്ത് വേണം അവർക്ക് മുന്നോട്ട് പോകാൻ. അത് നമുക്കുള്ള ആദ്യ പടികളാണ്. 1-ാം ക്ലാസ്സും 2-ാം ക്ലാസ്സും കഴിഞ്ഞ് 10ഉം 12ഉം പിന്നെ MAയും ഒക്കെ കഴിഞ്ഞ് പോകുന്നത് പോലെ ഓരോ അവസ്ഥകളുണ്ട്. അവിടെ എത്തിക്കഴിഞ്ഞാൽ ഇവരൊക്കെ പിന്നെ പറയും നിങ്ങൾ മത്സ്യം കഴിക്കുകയോ എടുക്കുക. അവർക്ക് നന്മ തിന്മ പിന്നെ തിരിച്ചറിയില്ല മക്കളെ. നന്മയും പരമാത്മാവ്, തിന്മയും പരമാത്മാവ്. ഇവിടെ രാത്രിയും പകലും വ്യത്യാസമില്ല, ഒരേ അവസ്ഥ. നന്മയും തിന്മയും സമദൃഷ്ടിയാണ്. പിന്നെ അവിടെ ദുഃഖങ്ങളില്ല, ദുഃഖത്തിന് സുഖത്തിന് ഒരേ അവസ്ഥ. ഈ ഒരു അവസ്ഥ എപ്പോൾ നമുക്ക് എത്തുന്നു? അപ്പോഴാണ് നമുക്ക് നമ്മളിൽ ആരും ഇല്ലാത്തൊരവസ്ഥ, നമ്മൾ ശൂന്യമാകുന്നു. ഇതൊന്നും നമുക്ക് ഇല്ല. ആ ഇത് നമ്മൾ എപ്പോഴാകുന്നതാണ്. ഇപ്പോൾ ഈ പറഞ്ഞു നടക്കുന്ന ഒരുപാട് പേര് നമ്മളെ ഉപദേശിക്കുന്നില്ലേ, അവർക്കൊക്കെ ഈ ഒരു അവസ്ഥ എത്തിയിട്ടില്ല. അവർ ഇതൊക്കെ ദർശനങ്ങളും പ്രത്യക്ഷങ്ങളും ഒക്കെ കാണുന്നു, പലയിടത്തും പോകുന്നു. പക്ഷെ അവർക്ക് ഇതിലേക്ക് കടന്നെത്താൻ പറ്റിയിട്ടില്ല. അത് അവധൂത ലക്ഷണം. അത്തരം പിന്നെ അവരെ തന്നെ അറിയാതെ നടന്നു പോകും. അങ്ങനെ ആയിക്കഴിയും. എവിടെയെങ്കിലും ഒരു മൂലയിലോ എവിടെയും കഴിഞ്ഞു കൂടും. ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ആക്കലും വേണമെങ്കിൽ പറഞ്ഞും കൊടുക്കും ആവശ്യക്കാർക്ക്. അതിനും അവർക്ക് തയ്യാറാവേണ്ട കാര്യമില്ല. അവരിതിലൊന്നും ശ്രദ്ധിക്കാനില്ലാത്തൊരവസ്ഥയായി മാറുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഉള്ളപ്പോഴാണ്, അതൊക്കെയാണ് എനിക്ക് തോന്നുന്നത് ചണ്ടാള ബാബയുടെ ലക്ഷണം. അതാണ് ചണ്ടാള ബാബ ആ വഴി ഇതാണ്. അതെനിക്ക് അദ്ദേഹത്തിൻ്റെ വർത്തമാനത്തിലൂടെ എനിക്ക് മനസ്സിലായി. അദ്ദേഹം മൂത്ത് വരുമ്പോൾ ഈ പറഞ്ഞ രീതിയാകും. ഇപ്പം ചെറുപ്പമല്ലേ,
എന്നാലും അദ്ദേഹം തൊഴിൽ ചെയ്യുന്നുണ്ട്. മറ്റേതങ്ങല്ല, ഒന്നും ചെയ്യേണ്ടതായിട്ടില്ല. ഈശ്വരന് ഒന്നും തന്നെ കർമ്മങ്ങൾ ചെയ്യേണ്ടതായിട്ടില്ല. എന്നാൽ ഭഗവാൻ ഇവിടെ അവതരിച്ചു നമുക്ക് വേണ്ടി കർമ്മങ്ങൾ ചെയ്ത് തരുന്നു. നമ്മളും അതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മളാൽ ഒക്കുന്ന കർമ്മങ്ങൾ ചെയ്യുന്നു. അങ്ങനെ മരണം വരെ ചെയ്യണമല്ലോ. അത് ഭഗവത്ഗീത പറഞ്ഞേക്കുന്നു അതാണല്ലോ. പക്ഷേ ഇതെല്ലാം വിട്ടുമാറുന്നൊരവസ്ഥയുണ്ട്. അവിടെ പിന്നെ യാതൊരു ശരീരബോധം ഇല്ലേ, പിന്നെ നമ്മളെങ്ങനെ പറഞ്ഞു കൊടുക്കും? ഒരാൾക്ക് പറയാൻ പറ്റുമോ? ഇപ്പം ഇതെന്താ, ഇപ്പം അല്പ ശരീരബോധം ഉള്ളതുകൊണ്ടാണ് ഇത് മക്കൾക്ക് ഞാൻ തരണമെന്ന് എൻ്റെ ഉള്ളത്തിലുള്ളത്. അല്ലെങ്കിൽ ഞാനും ഇതുപോലെ ആയി മാറും. അതുകൊണ്ട് പറഞ്ഞിടരുതാതെ പരമാനന്ദത്തോടും നിറഞ്ഞ് താനായി ചമഞ്ഞിരിക്കുന്നവൻ താനായി ചേർന്നിരിക്കുക. പിന്നെ അവിടെ ഒന്നുമില്ല. അവിടെ താനേ ഉള്ളു. പരബ്രഹ്മമേ, ആ ചൈതന്യമേ പിന്നെ അവിടെ ഉള്ളു. പിന്നെ വിരഞ്ഞ് ജഡം വിട്ടമൊഴിഞ്ഞ് പോകുന്നേരം ആ അവസ്ഥ എങ്ങനെയാണ്? അത് എൻ്റെ അച്ഛനൊക്കെ പ്രാണായാമത്തിൽ കൂടെ ആ സഹസ്രാര പത്മത്തിൽ നിന്ന് വെളിയിലേക്ക് പോകുന്ന ഒരവസ്ഥയാണ്. അതെനിക്ക് പറഞ്ഞു തരാൻ അറിയത്തില്ല, ഞാൻ അങ്ങനെ പോയിട്ടില്ല. പിന്നെ വിരഞ്ഞു ജഡം വിട്ടമൊഴിഞ്ഞ് പോകുന്നേരം തിരിഞ്ഞു മൂർധന് മധ്യം തുളഞ്ഞു പുറപ്പെടും. സഹസ്രാര പത്മത്തില് നമുക്ക് ഈ കുഞ്ഞുങ്ങളുടെ പതപ്പിൽ തുടിക്കുന്ന ഒരു സ്ഥലം ഉണ്ടല്ലോ, നമുക്ക് കാണാമല്ലോ. നമുക്കല്ലേ നമ്മളത് കാണാൻ പറ്റാതെ ഉള്ളു. അവിടെ ഇങ്ങനെ തുളഞ്ഞ് പുറപ്പെടും. മൂർധന് മധ്യം തുളഞ്ഞു പുറപ്പെടും. തികഞ്ഞ കലകളാൽ വിളങ്ങും സുധാകരൻ വിരഞ്ഞു പൊങ്ങും വണ്ണം ഉയർന്നങ്ങ് അനുക്രമാൽ കടന്ന് ലോകങ്ങളും കണ്ട് എൻ്റെ അച്ഛനൊക്കെ അങ്ങനെ ചെയ്ത ആളാണ്. കടന്നു ലോകങ്ങളും കണ്ട് തുടർന്ന് വളർന്നഴും പരമാനന്ദത്തോടെ സത്യലോകത്തെ പ്രാപിച്ച് ഉത്തമ സഭാതലെ സത്തുക്കൾ എല്ലാവർക്കും മുഖ്യനായ അനുദിനം വിദ്യാബ്ധി മധ്യേ കിടന്ന് അത്യന്തം നീന്തി തളർന്ന് അദ്വൈത പാരം ഗമിച്ചിടുവാൻ അകതാരിൽ ശ്രദ്ധിച്ചു വസിക്കുന്ന ഭക്തന്മാർക്ക് ആത്മജ്ഞാനതത്വ ഉപദേശം ചെയ്തു തൽപ്രകാശാത്മകളാൽ നിത്യസമ്പൂജ്യമാനനായി പരമാനന്ദ സംസിക്തനായി ആത്മോദ്ഭൂത കൽപ്പാന്തത്തിങ്കിൽ സത്വരം ഹൃദയത്തിൽ ബ്രഹ്മനോടൊരുമിച്ച് സൽഗതി ലഭിക്കുന്നു സത്യമെന്നറിഞ്ഞാലും. എന്നാ നമുക്ക് വരേണ്ട സാധാരണ ഒരു ഭക്തൻ എന്താ വേണ്ടേ? തദ്യോഗ ഹംസ പ്രയോഗത്തിന് വിഷമമുണ്ട്. ഇത് വലിയ പാടാണ്. സാധാരണ നമുക്ക് ഒരു ഗൃഹസ്ഥാശ്രമത്തിൽ നമുക്ക് ഭഗവാൻ പരമാത്മാവായ കൃഷ്ണൻ നമുക്ക് ഭക്തിയോഗം പറഞ്ഞു തന്നിട്ടുണ്ട്. നമുക്കത് മതി. അതാണ് നമ്മൾ ഇനി പറയാൻ പോണത്. എത്രയും തദ്യോഗ ഹംസ പ്രയോഗത്തിന് ഈ പറഞ്ഞ രീതിക്ക് ഈ മോക്ഷപ്രയോഗത്തിന് നമുക്ക് വിഷമമാണ്, നമുക്കത് പറ്റത്തില്ല. അതുകൊണ്ട് എത്രയും അതിൽ തുലോം എളുതായി ഒന്നുണ്ടല്ലോ, നമുക്ക് എളുപ്പമായൊരു മാർഗമുണ്ടല്ലോ. അതെന്താണ്? ഭക്തി യോഗാഖ്യം പരമാനന്ദരസായനം. പരമാനന്ദരസമായനാണത്. അമൃത് പരമാനന്ദാമൃതമാണ്. അതാണ് ഭക്തിയോഗം. അതാണ് എനിക്ക് അതാ ഇഷ്ടം. എനിക്ക് മറ്റത് എനിക്ക് ഭഗവാനെ ഇങ്ങനെ ആരാധിച്ച് പരമാത്മാവിൻ്റെ ഭക്തി പ്രേമമാകുന്ന ഭക്തിയിൽ മുഴുകി ആനന്ദ ലഹരിയിൽ ഇങ്ങനെ ഇരിക്കുന്നതാണ് എനിക്കിഷ്ടം. എപ്പോഴും ആനന്ദം, പരമാനന്ദം, അതൊരു ലഹരിയാണ്. അങ്ങനെ ഭക്തിയോഗാഖ്യം പരമാനന്ദ രസായനം, അതൊരു രസായനമാണ്. വ്യാജമെന്നിയേ അതെങ്ങനെ കിട്ടും? അതാണ് എൻ്റെ അച്ഛൻ എനിക്ക് തന്നത്, കൈ തലയ്ക്ക് വെച്ച് അനുഗ്രഹം തന്നത്. അതൊരു ഗുരുവിൽ കൂടിയാണ് കിട്ടുന്നത്. വ്യാജമെന്നിയേ ഒരു കള്ളനല്ലാത്ത യഥാർത്ഥ ഗുരു, സാക്ഷാത്കാരം നേടിയ ഇതെല്ലാം അറിഞ്ഞവൻ, ബ്രഹ്മം എന്താണെന്ന് അറിഞ്ഞവനും അഹം ബ്രഹ്മാസ്മിയായി മാറിയ യഥാർത്ഥമായ സാക്ഷാത്കാരം നേടിയ ഒരു ഗുരു. അത് വ്യാജമെന്ന് അവർക്ക് വ്യാജമില്ല. അല്ലാത്തവരെല്ലാം പണത്തിന് വേണ്ടി കള്ളത്തരത്തിൽ ഞാൻ ഗുരുവാണ് എന്നും പറഞ്ഞിങ്ങനെ ലോകം മൊത്തം കറങ്ങി എല്ലാവരെയും പറ്റിച്ച് പണത്തിന് വേണ്ടി നടക്കുന്ന കള്ള സന്യാസികളുണ്ട്. അവരുടെ കാര്യത്തിൽ അല്ല ഇത് പറയുന്നത്. ഇവർക്ക് പണം ആവശ്യമില്ല. വിശപ്പ് വരുമ്പോൾ ആരെങ്കിലും വല്ലതും കൊടുത്താൽ അവർ കഴിക്കും. അല്ല, കാശ് അവർക്ക് ആവശ്യമില്ല. അന്നന്ന് എന്താ വിശപ്പിന് ആരെങ്കിലും കൊടുക്കും, അത് കഴിച്ചുകൊണ്ടിരിക്കാൻ നടക്കും. അതാണ് യഥാർത്ഥമായൊരു സന്യാസി. അവർക്ക് കാശിൻ്റെ കാര്യമേ ഇല്ല. അതുകൊണ്ട് വ്യാജമെന്നേ ഒരു കളങ്കമില്ലാത്ത പരം, അത് വ്യാജമെന്നേ പരം ആചാര്യപ്രസാദത്താൽ സാധിക്കാമത് സർവാത്മാക്കൾക്കും സദാകാലം. ഒരു യഥാർത്ഥ ഗുരുവിനെ കിട്ടാൻ നിങ്ങൾ പ്രാർത്ഥിക്കുക. സത്യസന്ധമായ ഒരു ഗുരുവിനെ കിട്ടണം ഭഗവാനെ. ആ ഗുരുവിൻ്റെ അനുഗ്രഹം എനിക്ക് ഉണ്ടാകണമേ. ഭക്തിയോഗത്തിൽ കൂടി പരമാനന്ദം അനുഭവിക്കാനുള്ള പരമാത്മാവിനെ പ്രത്യക്ഷമാകാനും ആനന്ദ ലഹരിയിൽ അറിയാനും എല്ലാം നമുക്ക് അങ്ങനെ ഗുരുവിനെ കിട്ടണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. എൻ്റെ കഴിഞ്ഞ ജന്മത്തെ സുഹൃതം കൊണ്ട് എനിക്ക് അങ്ങനെ ഒരു അച്ഛനെ കിട്ടി.
അതുകൊണ്ടാണ് അച്ഛൻ്റെ മകളായി വന്ന് എനിക്ക് അച്ഛൻ്റെ അനുഗ്രഹം ഉള്ളതുകൊണ്ട് ഇപ്പോഴും ഞാനിത് പറയുന്നത് എങ്ങനെയാ അച്ഛനാ എൻ്റെ ഉള്ളത്തിലിരിക്കുന്നത്. അച്ഛൻ ആരാ? പരമാത്മാവ്, ആ പരബ്രഹ്മമൂർത്തി തന്നെയാണ്. അവിടെ ഇത് ലയിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ ആളിന് വേറെ ഒന്നും രൂപമില്ല, എല്ലാം ഒന്നായി തീർന്ന ആളാണ് ഈ യോഗികൾ. അതാ യോഗീശ്വരൻ എന്ന് പറയുന്നത്. നമുക്ക് പറയുമ്പോൾ എൻ്റെ അച്ഛനായിരുന്നെന്ന് പറയാം, പക്ഷേ അവിടെ പരമാത്മാവിൽ ലയിച്ച ഒരാളാണ്. അതാണ് ഭഗവാൻ കൃഷ്ണനും പരമാത്മാവിൽ ലയിച്ച ആളാണ്. അങ്ങനെ ഒരു യോഗീശ്വരനായിട്ട് ലയിക്കുന്ന പരബ്രഹ്മത്തിൽ ചേർന്ന് ലയിക്കുന്ന എല്ലാവരും ഭഗവാൻ കൃഷ്ണൻ എന്താ പറയുക, അത് തന്നെ. അങ്ങനെയുള്ള ആൾക്കാർ, അങ്ങനെയുള്ളൊരു ഭക്തന് അങ്ങനെ സന്യാസി നമുക്ക് അനുഗ്രഹം തന്നാൽ നമുക്ക് സാധിക്കാം. അത് സർവാത്മാക്കൾക്ക് സദാകാലം എപ്പോഴെങ്കിലും നമുക്ക് ആർത്തിയുണ്ടെങ്കിൽ നമുക്ക് കിട്ടും. എന്നിട്ടോ ഒരു മുക്തി സാധന ഉപദേശം, അത് മുക്തി സാധനമാണ്. ആ ഉപദേശം ബോധിപ്പാൻ പ്രയത്നമില്ലേത് ശീലിപ്പാനും, അത് കേൾക്കാൻ ഒരു പാടുമില്ല. നമുക്ക് എന്താ, ഭഗവാനെ ആരാധിച്ച് എത്ര ആരാധിച്ചാലും മടുക്കാത്തൊരു അവരെന്താ പറയാ, നമുക്ക് മുഷിയത്തില്ല. എത്ര കേട്ടാലും ഇന്നലെ ഇംഗ്ലണ്ടിൽ നിന്ന് തന്നെ ആ മകള് വിളിച്ചു. ഞങ്ങൾ 2 മണിയായിട്ട് നിർത്തിയില്ല, ഇവിടുത്തെ 2 മണി. എന്നിട്ട് ഞാൻ പറഞ്ഞു എനിക്കിനി യൂട്യൂബിൽ ഇടണം മക്കളെ. അപ്പോൾ എന്താ പറയാ, അമ്മ ഞാൻ എത്ര കേട്ടാലും കേട്ടോണ്ടിരിക്കും. ഞാൻ പറയും ഞാൻ എത്ര പറഞ്ഞാലും പറഞ്ഞുകൊണ്ടിരിക്കും. ഇതാണ് യഥാർത്ഥ ഭക്തനും. രണ്ടുപേരും ഒരുപോലെ, ഗുരുവും ശിഷ്യനെന്ന് പറയാം. നമുക്ക് കാണികൾക്ക് വേണമെങ്കിൽ അങ്ങനെ പറയാം. പക്ഷെ ഞാൻ ഒരു അമ്മയെ ആയുള്ളൂ, ഒരു ഗുരുവൊന്നും അല്ല. പക്ഷേ സത്യത്തിൽ കൊടുത്തുകൊണ്ടിരിക്കും, മേടിച്ചുകൊണ്ടിരിക്കും. അവർക്ക് മടുപ്പില്ല. അവരൊന്നിനും വേണ്ടി അല്ല. ആനന്ദം കൊടുത്തതിൽ കൂടിയും കേൾക്കുന്നയാൾക്ക് കേൾക്കുന്നതിൽ കൂടിയും ആനന്ദം. ആ കേൾക്കുന്നയാളും പരമാത്മാവ്, പറയുന്നയാളും പരമാത്മാവ്, രണ്ടും ഏകം. അവർക്ക് മടുപ്പില്ല, അവർ കേട്ടോണ്ടിരിക്കും, മറ്റയാൾ പറഞ്ഞുകൊണ്ടിരിക്കും. രണ്ടും ഏകമാണ്. കാന്തവും സൂചി എങ്ങനെ ആകർഷിക്കും, അതുപോലെ. അപ്പോൾ അങ്ങനെ ബോധത്തെ തരും സാധിപ്പിച്ചിടും കൈവല്യവും. അങ്ങനെ ഉള്ളവർക്ക് കൈവല്യം സാധിക്കും. അങ്ങനെയുള്ള യഥാർത്ഥമായ ഒരു ഗുരുവിനെ കിട്ടുമ്പോൾ, അവരുടെ ഉപദേശം കേൾക്കുമ്പോൾ, അവർക്ക് വലിയ അറിവില്ലെങ്കിൽ പോലും അവരുടെ അനുഗ്രഹത്തിൽ കൂടി, അവരുടെ നോട്ടം, അവരുടെ ഒരു കൈവപ്പ്, അവരുടെ ഒരു പുഞ്ചിരി, അത് അനുഗ്രഹം, അത് ദൂരെ നിന്നും കിട്ടാം. ഇവിടുന്ന് വേണമെങ്കിൽ എനിക്ക് ഇവിടെ ഈ പറഞ്ഞ അതെവിടെ, ഇംഗ്ലണ്ടിൽ വരെ നമുക്ക് അനുഗ്രഹം അവിടേക്ക് കൊടുത്തു വിടാം. അത് ചൈതന്യം അങ്ങ് എത്തിക്കൊള്ളും. നമ്മളങ്ങനെ കൊടുത്താൽ ആ ആത്മാവ്, പരമാത്മാവിൻ്റെ ആ ചൈതന്യം എവിടെയും എത്തും. നമുക്ക് വായു എവിടെല്ലാം പോകുന്ന പരമാത്മാ ചൈതന്യം അതുപോലെ എല്ലായിടം ഉണ്ട്. ഈ ചൈതന്യം അവിടേക്ക് നമ്മൾ പറഞ്ഞു വിട്ടാൽ ഒരു അനുഗ്രഹം, ഒരു നോട്ടം, ഒരു കൈവീശക്കം അങ്ങനെ ചെന്നാൽ അത് അവിടേക്ക് എത്തും. അങ്ങനെയുള്ള ഗുരുക്കന്മാരും ഉണ്ട്. അപ്പോൾ ബോധത്തെ തരും സാധിപ്പിച്ചിടും കൈവല്യവും. അപ്പോൾ നമുക്ക് എന്താ വേണ്ടുന്നേ? കൈവല്യം, ആനന്ദം, പരമാനന്ദ രസായനം. ഇത് നമുക്ക് എങ്ങനെ ഉണ്ടാകും? നമുക്ക് ഭക്തിയോഗം. അതായത് ഗോപസ്ത്രീകളെല്ലാം ഭക്തിയോഗത്തിൽ കൂടെ അല്ല, ഭഗവാന്റെ ഭാര്യമാരൊന്നും അല്ല, അവരാരും കാമുകിയൊന്നും അല്ല. പരമാനന്ദ രസായനം അനുഭവിച്ച രതി, ഈശ്വരനോട്ടുള്ള രതിയാണത്. അതോ അല്ല, ഭഗവാൻ അവിടെ നിന്ന് ഇവരാരും ഭാര്യമാരൊന്നും അല്ല. ഇത് അറിയില്ല, ഇതിനെപ്പറ്റി അറിവില്ലാത്തവർ പറയും ഭഗവാൻ ഇത്രയും പെണ്ണുങ്ങളുണ്ടായിരുന്നല്ലോ എന്ന്. പറയുന്നത് ഭഗവാൻ അറിയാം, ഇവർക്കൊന്നും ആ ജ്ഞാനം ഇല്ലാഞ്ഞിട്ടാണ്. അതിന് ഭഗവാൻ കുത്തിരി ചിരിക്കത്തേ ഉള്ളൂ. കാരണം അറിവില്ലാഞ്ഞിട്ട് ഇവരെന്ത് ചെയ്യാനാ? അതുകൊണ്ട് ഇത് സാധിപ്പാൻ അത് നിനക്കെന്ന് അരുൾ ചെയ്തു. നിനക്കത് സാധിക്കാം 7 ദിവസം കൊണ്ട്. പരീക്ഷത്തെ 7 ദിവസം മതി, ഒരുപാട് ദിവസമൊന്നും വേണ്ട. ഇത് നിനക്ക് സാധിക്കാം. ബോധിപ്പിച്ചരുളിനാൻ ദ്വാദശാന്തസ്തം സത്യം. ഇങ്ങനെ ശുഗൻ പരീക്ഷത്തിനോട് അരുൾ ചെയ്തത് അങ്ങനെ തന്നെ സൂതൻ ശൗനകാദികളോടും മംഗലവാച പറഞ്ഞിടുന്നതെല്ലാം കേട്ട് തിങ്ങിന കുതൂഹലം പൂണ്ടു ശൗനകമുനി ചോദിച്ചാൻ. ഉഗ്രശ്രവസാകിയ സൂതൻ തന്നോട് ആധിക്യം വളർന്നഴും ശ്രീശുക മഹാമുനി ചൊല്ലിയതെല്ലാം കേട്ട് ചോദിച്ചത് എന്തെന്നതിൽ കല്യാണശീലൻ മഹീവല്ലഭൻ അവനോട് ചൊല്ലിയത്. ഉടൻ അതിനുത്തരം എന്തോന്നത് ചൊല്ലടോ, സവിസ്തരം ഏതുമേ മടിയാതെ. ഇത് ഈ പരീക്ഷത്തിന് 7 ദിവസമല്ലേ ഉള്ളൂ. അദ്ദേഹത്തിന് ഇതെല്ലാം കൊടുത്ത് ഈ ശ്രീശുക മഹാമുനി. അതുകൊണ്ട് കല്യാണശീലൻ മഹീവല്ലഭൻ അവനോട് ചൊല്ലിയതുടൻ അതിനുത്തരം എന്തൊന്നത് ചൊല്ലടോ, സവിസ്തരം ഏതുമേ മടിയാതെ, ഒരു മടിയും കൂടാതെ പറയൂ. നല്ലവരുടെ സംവാദങ്ങളെ കേൾക്കുന്നുള്ളതല്ലോ. അപ്പൊ എന്ത് വേണം? നല്ലവരുടെ സംവാദം. നല്ലവർ പറയുന്നത് കേൾക്കുക, എല്ലാവരും പറയുന്നത് കേൾക്കാൻ പോകരുത്. നല്ലവൻ ആരാണെന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാം, ഇത് ഇന്നത് കൊള്ളാം, അത് കേൾക്കാൻ കൊള്ളാം. ഇന്നലെ ഞാൻ അങ്ങനെ ഒരു നല്ല ഒരാളുടെ ഇത് ഇട്ടുകൊടുത്ത്, ഈ എന്താ പറയുക, ഇംഗ്ലണ്ടിൽ നിന്ന് വന്ന ആ കൊച്ചിന് ഇവിടെ ഞാനൊരു അതാ ഞാൻ 2 ഉടനെ ഉറങ്ങാതെ കിടന്നത്. ഞാനത് കേട്ട് കിടന്നു.
ഒരു പേരൊക്കെ അങ്ങ് മറന്നു, ഒരു നല്ല ഞാൻ എന്താണ് അതാണ് അദ്ദേഹം. അദ്ദേഹം പറഞ്ഞ കേട്ടാൽ അവരെല്ലാവരെയും അങ്ങ് കൊടുക്കുക, അടിച്ചേൽപ്പിക്കുക. അത് ഞാൻ ആ കൊച്ചിന് ഇട്ട് കൊടുത്ത് വാട്സപ്പ് വഴി ഇംഗ്ലണ്ടിലേക്ക് അത് കാണുമെന്ന് പറഞ്ഞ്. അപ്പോൾ അത് ഇതുപോലെ എല്ലാം പറയുമ്പോൾ എനിക്ക് ഭഗവാനെ, അപ്പോൾ ഇതുപോലെ എല്ലാവരും എവിടെയെങ്കിലും ഉണ്ടല്ലോ എന്ന് ഞാൻ ആനന്ദിച്ച് അവസാനം തീർന്ന് ഞാൻ കണ്ണുനീരോടെ കരഞ്ഞ് ആ മനുഷ്യനെ ഓർത്ത്. എത്ര നല്ലൊരു മനുഷ്യനാ അദ്ദേഹം. ഇത് നമുക്ക് തരാൻ വേണ്ടി തരുന്നു, എടുത്തോന്ന് പറഞ്ഞ് തരുന്നു, പിടിച്ച് പറിച്ച് കൊടുക്കുന്നു. അങ്ങനെ വേണം. നിങ്ങൾ ഉറങ്ങുന്നുണ്ടോ, നിങ്ങൾ എൻ്റെ കൂടെ വരുമോ എന്ന് ചോദിച്ചുകൊണ്ട് അതുകൊണ്ട് പറഞ്ഞ് സമയം പോകുന്നത്. കാരണം ഇവർ കേൾക്കാവുന്നവർക്ക് ഈ ദഹിക്കുമോ ഇങ്ങനെയുള്ള കടുത്ത വാക്കുകൾ? ഇതൊക്കെ എന്താ ദഹനമുള്ളവർക്കല്ലേ ഇത് കേൾക്കാൻ പറ്റൂ. അവർ ചിലപ്പോൾ ഇരുന്ന് ഉറങ്ങും. അത് അവരുടെ കുറ്റമല്ല, അവർക്ക് അത്രയ്ക്കുള്ള ആയിട്ടില്ല. കേൾക്കാനൊരു താല്പര്യം കൂടെ ഉണ്ടാകും. എന്താ കാരണം? കഴിഞ്ഞ ജന്മം കുറേ ചെയ്ത സുഹൃതം കൊണ്ടേ കേൾക്കാൻ പറ്റൂ. അദ്ദേഹം അങ്ങോട്ട് കൊടുക്കുന്നു. ഇവരിങ്ങനെ എന്ത് കൊടുക്കാൻ പറഞ്ഞാൽ ഇത്ര നേരം കേട്ടോണ്ടിരുന്നല്ലോ. അതങ്ങനെയാണ്, ഈ ലോകം അങ്ങനെയാണല്ലോ. 100 പേരുണ്ടല്ലോ കേൾക്കാൻ ഇമ്പമായിട്ട് കേൾക്കുന്ന 2 3 പേരെ കാണൂ. അതുകൊണ്ട് നല്ലവരുടെ സംവാദങ്ങളെ കേൾക്കുന്നുള്ളതല്ലോ മനുഷ്യജന്മ സാഫല്യമാകും. നമുക്ക് മനുഷ്യജന്മത്തിൻ്റെ സാഫല്യം എന്താ? നല്ല കാര്യങ്ങൾ, നല്ലത് കേൾക്കുക, സജ്ജന സംസർഗം. സജ്ജന എന്ന് വെച്ചാൽ എല്ലാവരും സജ്ജനങ്ങളല്ല. ദൈവമേ എന്ന് പറഞ്ഞ് നടക്കുന്ന ഇങ്ങനെ രാമായണവും ഭാഗവതവും വായിച്ചെന്ന് കരുതി അവർ സജ്ജനാകണമെന്നില്ല. പക്ഷെ അവരും പോയി പഠിക്കണം. നല്ല ജ്ഞാനികൾ പറഞ്ഞ കേട്ട് പഠിക്കണം. ഇതുപോലെ ഇന്നലെ ഞാൻ ഇട്ട് കൊടുത്തതൊക്കെയുള്ള അത് എനിക്കത് എനിക്ക് പിന്നെ അത് ഓർമ്മ നിൽക്കത്തില്ല. അങ്ങനെ നല്ലതല്ലോ നല്ലവരുടെ സംവാദങ്ങളെ കേൾക്കുന്നുള്ളതല്ലോ മാനുഷജന്മ സാഫല്യമാകുന്നതും. ഭഗവത് ചരിത നാമസ്മൃതി പൂജാദികൾ ഭഗവത് ഭക്തന്മാരാൽ അനുവർത്തിച്ചതെല്ലാം ഭഗവത് ഭക്ത ശിഷ്യന്മാരാദി ഭക്തിയാ നിത്യം ഭഗവത് പ്രസാദേന ചൊല്ലിയിടും കഥാമൃതം. അപ്പോൾ നമ്മൾ എന്ത് വേണം? ഒരു ഭക്തനാവണമെങ്കിൽ ഭഗവത് ചരിത്രങ്ങൾ കേൾക്കുക, നാമങ്ങൾ ഓർക്കുക, പൂജിക്കുക, നാമങ്ങൾ ചൊല്ലുക, ഭഗവത് ധ്യാനിക്കുക. ഭഗവത് ഭക്തന്മാരാൽ അനുവർത്തിച്ചതെല്ലാം. എന്താണ് ഒരു ഭക്തൻ, ഒരു സന്യാസി നമുക്ക് കാണിച്ചു തരുന്നത്? അത് നമ്മൾ അനുവർത്തിക്കണം, നമ്മൾ അതുപോലെ ആയിത്തീരണം. അങ്ങനെ എല്ലാം അതാണല്ലേ. എൻ്റെ അച്ഛനെ ഒന്നും ചെയ്യേണ്ടതായിട്ടില്ലെങ്കിൽ പോലും അച്ഛൻ മറ്റുള്ളവർക്ക് വേണ്ടി ഭജന നടത്തി കൊടുക്കുന്നു. സ്വാമി നിങ്ങളുടെ വീട്ടിൽ ഇന്ന് ഭാഗവത പാരായണം വേണം, ഭജന വേണം, സ്വാമി വരണം, ചെന്ന് അവർക്ക് വേണ്ടി അതൊക്കെ ചെയ്തു കൊടുക്കുക. കാരണം അറിഞ്ഞവർക്കല്ലേ ചെയ്തു കൊടുക്കാൻ പറ്റൂ. അല്ലാതെ അച്ഛനെ വീട്ടിൽ നാമം ചിലക്കല്ല, എപ്പോഴും മുനുമുനായിരുന്ന് ജപിക്കത്തേ ഉള്ളൂ, അല്ലാതെ ധ്യാനമേ ഉള്ളൂ. മറ്റൊരു കർമ്മങ്ങൾ ചെയ്യേണ്ടതായിട്ടില്ല. എന്നാൽ അച്ഛൻ കർമ്മം നമുക്ക് വേണ്ടി ചെയ്യുന്നു. ഞങ്ങളെ നന്നാക്കി എടുക്കാൻ വേണ്ടി നിങ്ങൾ നാമം ചൊല്ലില്ലെങ്കിൽ അന്ന് നിങ്ങൾക്ക് അത്താഴമില്ല, പഠിച്ചില്ലെങ്കിൽ അത്താഴമില്ല. ഇങ്ങനെ അച്ഛൻ പറഞ്ഞ് കേട്ടേ പറ്റൂ. അങ്ങനെ ഒരു കാലം. ഇന്ന് നമ്മളുടെ മക്കളെ നിങ്ങൾ ചെയ്യുന്നവരെ കേൾക്കൂ. കേട്ടില്ലെങ്കിൽ കേൾപ്പിക്കും ഭഗവാൻ എപ്പോഴെങ്കിലും. കേൾക്കാതെ എങ്ങും പോകത്തില്ല. അത് നേരത്തെ കൂട്ടി എടുത്താൽ കൊള്ളാം. ഇല്ലെങ്കിൽ കേൾപ്പിക്കുന്ന എങ്ങനെയാ? നല്ല അടിയാ. അതുകൊണ്ട് ഭഗവത് ഭക്തന്മാരാൽ അനുവർത്തിച്ചതെല്ലാം ഭഗവത് ഭക്ത ശിഷ്യന്മാർ അതിഭക്തിയാ നിത്യം. ശിഷ്യന്മാരത് ഭക്തിയോടുകൂടി പരമാത്മാവാണ് പറഞ്ഞു കൊടുക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, ഞാനല്ല പറയുന്നത്, ഇവിടെ ഈശ്വരനാണ് ഇതിൽ കൂടെ പറയുന്നത്. അദ്ദേഹം കൂടെ പറയുന്നത്, അല്ലാത്തവർക്ക് അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. പരമാത്മാവിൻ്റെ ചൈതന്യം ഇല്ലാത്തവർക്ക് അത് അങ്ങനെ അടിച്ചേൽപ്പിക്കാൻ പറ്റില്ല. അവർ വിചാരിക്കും, എനിക്ക് ഇന്നത്തേക്ക് ഇത് മതി, ഇന്നെനിക്ക് 10,000-2000 കിട്ടും, നാളെ പിന്നെ ആവട്ടെ, ഇന്ന് എൻ്റെ ശബ്ദമൊക്കെ അടച്ചു പോയാലോ, അമ്മക്ക് എന്തെങ്കിലും കഴിഞ്ഞു കൂടി പോകണം, നാളെ വേറൊരു അമ്പലത്തിൽ പോയി സപ്താഹം നടത്താനുള്ളതല്ലേ, അതുകൊണ്ട് ഇന്നിപ്പോൾ 2000-3000 കിട്ടും, നാളത്തെ കാര്യം നാളെ, ഇന്ന് അവർ കേട്ടാലായി ഇത് അങ്ങനല്ല മക്കളെ. അദ്ദേഹം അവരെ അടിച്ചേൽപ്പിക്കുക. പൈസയ്ക്ക് വേണ്ടിയൊന്നും അല്ല. അദ്ദേഹത്തിൻ്റെ തൊഴിൽ പരമാത്മാവിൻ്റെ വിവരം എന്താണ് അത് മറ്റുള്ളവർക്ക് കൊടുക്കുക ചെയ്യുക. അവിടെ ശരീരത്തെ നോക്കുന്നില്ല, സൗണ്ട് അടയ്ക്കുമെന്ന് ചിന്തിക്കുന്നില്ല, കഫം കെട്ടുമെന്ന് ചിന്തിക്കുന്നില്ല, അവിടെ സൗണ്ട് കൊള്ളത്തില്ല എന്ന് ചിന്തിക്കുന്നില്ല, ശ്രുതി മാറിപ്പോകുമെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. ഞാൻ എൻ്റെ ശ്രുതിയിൽ എങ്ങനെയായാലും ചിലപ്പോൾ കരയും, ചിലപ്പം ചിരിക്കും, ചിലപ്പം പാട്ട് പാടും. ഇതൊക്കെ എന്തിനു വേണ്ടിയാ? എൻ്റെ ഭഗവാൻ എന്നെ കൊണ്ട് ചെയ്യിക്കുന്നു, ഞാനല്ല. അതുകൊണ്ട് ഞാൻ ചെയ്യുന്നു. അതുകൊണ്ട് ഞാൻ പഠിച്ചതും അറിഞ്ഞതൊന്നും അല്ല ഈ പറയുന്നത്. എനിക്കങ്ങനെ പറയാനായിട്ട് കഴിവുമില്ല. അതുകൊണ്ട് ഭഗവത് ഭക്ത ശിഷ്യന്മാർ അതിഭക്തിയാ നിത്യം ഭഗവത് പ്രസാദേന ചൊല്ലിയിടും കഥാമൃതം. ഭഗവത് കാരുണ്യമുണ്ടായി ചമഞ്ഞിടും നേരം ഭഗവത് ഭക്തിയാ കേട്ടുകൊള്ളുകൾ ഇതിന്മീതെ ജനന സാഫല്യമിൽ ഇവിടെ വരുത്തുവാൻ. ഇതിങ്ങനെ കാരുണ്യത്തോടുകൂടി കേൾക്കുകയും അത് ധ്യാനിക്കുമ്പോൾ എന്തുവരും? ഭക്തിയാ കേട്ടുകൊള്ളു, അതിന്മീതെ ഒന്നുമില്ല. നമ്മൾ ജനന സാഫല്യത്തിന് വേറെ ഒന്നും വേണ്ട, ഈ ഭക്തി സാധനം മതി.
അതുകൊണ്ട് അതിൽ മീതേ ജനന സാഫല്യമില്ലിവിടെ വരുത്തുവാൻ തനിയെ വിചാരിക്കിൽ അകമേ ദിനംതോറും മനുജ ശരീരാംശം നിഖില മുഖങ്ങളാൽ മനസാ ഭഗവൽ സേവ രതി ചെയ്തിടണം. നമുക്ക് ബാക്കി നാളെ വായിക്കാം. അപ്പോൾ എന്ത് വേണം? നമ്മൾ മനസാ എന്ത് ചെയ്യണം? ഭഗവൽ സേവ, ഭഗവാന്റെ സേവ നമ്മൾ ചെയ്യണം. എന്തിനു വേണ്ടിയാ? ഭക്തി വർദ്ധിക്കാൻ. നമ്മൾ വെറുതെ വീട്ടിൽ കുത്തിയിരിക്കുമ്പോൾ ചിന്തിക്കണം, നമുക്ക് ആർക്കെങ്കിലും ഭഗവാന്റെ കഥകൾ പറഞ്ഞു കൊടുക്കണം, ഭഗവാന്റെ ചരിത്രങ്ങൾ കേട്ട് ആനന്ദിക്കണം, മറ്റുള്ളവരുടെ കൊടുക്കണം, അടിച്ചേൽപ്പിക്കണം. അത് നമുക്ക് എന്താ ഭഗവാൻ നമുക്ക് തന്നേക്കുന്നത്? ഇതൊക്കെ നമ്മൾ ചെയ്ത് മറ്റുള്ളവർ കൊടുക്കാതെ അവരെങ്ങനെ അറിയും? അവർക്ക് അറിവുണ്ടെങ്കിലല്ലേ എനിക്കൂടെ വേണമെന്ന് അവർക്ക് എങ്ങനെ അറിവുണ്ടാകും? നമ്മളങ്ങോട്ട് പറയുമ്പോഴേ അങ്ങനെയൊന്നും ഉണ്ടോ? അതിനുമുമ്പ് അവർക്ക് അറിയില്ലല്ലോ. നമ്മൾ ഇച്ചിരി എന്താ പറയുക, ചിലർ പറയും, ഓ ഞങ്ങൾ പറഞ്ഞാലൊന്നും കേൾക്കുകയില്ല, നമുക്ക് നാണക്കേടാ. പക്ഷേ നാണക്കേട് നമുക്കൊരു മനുഷ്യന് വേണ്ട. ഭഗവാൻ അത് ഇഷ്ടമല്ല. ഭക്തി വർദ്ധിക്കുന്ന ഒരു ഭക്തന് മാനാപമാനം വേണ്ട, അടിച്ചേൽപ്പിക്കണം. ആ മനുഷ്യൻ എന്തുകൊണ്ടാണ് ഇന്നലെ അവിടെ നിന്ന് അടിച്ചേൽപ്പിക്കുന്നത്? നാണോ മാനോ ഇല്ല അതിന് ഉണ്ടെങ്കിൽ അദ്ദേഹം അങ്ങ് ചെയ്യൂ. അപ്പോൾ ഒരു ഭക്തൻ എന്താ ഒന്നാമത് വേണ്ടേ? ആര് കേൾക്കുന്നു, നാണക്കേടാണോ എന്ന് ചിന്തിക്കുന്നത് യഥാർത്ഥത്തിൽ ഭഗവാന് അവരെ പുച്ഛമാണ്, കണ്ടെടുത്ത കണ്ണൂട. ഭഗവാനുള്ള സ്നേഹവും ഭഗവാന്റെ സേവ, ഈശ്വര സേവ, മാനവ സേവ, നമ്മൾ മറ്റുള്ളവർക്ക് സേവിക്കാൻ നമുക്കുള്ളത് എന്തറിവായാലും എന്താണുള്ള അറിവ്? ഭാഗവതത്തിൻ്റെ അറിവാണോ, സംഗീതമാണോ, അല്ല സ്കൂളിലെ കുട്ടികളുടെ എന്ത് തൊഴിലായാലും അതെല്ലാം ഭഗവാന്റെ സേവ പോലെ നമ്മളൊക്കുന്ന എല്ലാം കൊടുക്കുക, മറ്റുള്ളവർക്ക് കൂടെ കൊടുക്കുക. അപ്പോഴല്ലേ അവരറിയത്തുള്ളൂ. അല്ലെങ്കിൽ അവരിരുന്ന് ഉറക്കം തൂങ്ങത്തല്ലേ ഉള്ളൂ. അവർ മൃഗങ്ങളെ പോലെ ജനിക്കുന്നു മരിക്കുന്നു. അവരെങ്ങനെ അറിയും? അവർക്ക് അറിവില്ലല്ലോ. അതുകൊണ്ട് ആദ്യമേ അങ്ങോട്ടൊന്ന് കൊടുത്ത് നോക്കുക. വേണ്ടേ പിന്നെ പോട്ടെ. പിന്നെ ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, അവർ മൗഢ്യത്തിലാണ്, അവരെ ഇളക്കി തീർക്കണ്ട, അവർ നന്നാവത്തില്ല, നശിച്ചോട്ടെ, പിന്നെ നമുക്ക് കുഴപ്പമില്ല. അല്ലെങ്കിൽ നിന്റെ മാനം നോക്കി നീ അവരോട് പറഞ്ഞു കൊടുത്തില്ല അവർ ആവശ്യക്കാരായിരുന്നു എന്ന് നമുക്കൊരു കുറ്റം ഉണ്ടാകരുത്. അവർ ആവശ്യക്കാരായിരുന്നു, പക്ഷെ അവർക്ക് എങ്ങനെ അറിയാൻ പറ്റും ഇങ്ങനെ ഭക്തിയോഗം ഉണ്ടെന്ന്? അപ്പോൾ നീ അങ്ങോട്ട് കൊടുക്കാഞ്ഞത് നിന്റെ കയ്യിലെ കുറ്റം. അതുകൊണ്ട് നമ്മൾ കുറ്റം ഇല്ലാതാക്കണമെങ്കിൽ, നമ്മൾ കുറ്റക്കാരാവാതിരിക്കണമെങ്കിൽ മറ്റുള്ളവർക്ക് നമ്മൾ കൊടുക്കണം. നമുക്ക് കൈ നനയുകയും ചെയ്യരുത്, പൊത്തേ പിടിക്കുകയും വേണം എന്ന് പറഞ്ഞാൽ കിട്ടുമോ? പൊത്തേ പിടിക്കണമെങ്കിൽ കൈ നനഞ്ഞ് തന്നെ ചെളിയൊക്കെ പറ്റിയേ പറ്റൂ. അതുകൊണ്ട് നമ്മൾ അല്പം നാണക്കേടും മാനക്കേടൊക്കെ പോയെങ്കിൽ മാത്രമേ നമുക്കും ഭഗവാന്റെ കൃപ കിട്ടുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈശ്വരൻ്റെ സേവകൾ, ഈശ്വരൻ്റെ എന്താ പറഞ്ഞേക്കുന്നത്, അത് നമ്മൾ മറ്റുള്ളവർ കൊടുക്കാതെ നമുക്ക് എങ്ങനെ ഭഗവാന്റെ കൃപ കിട്ടും? കൃപ വേണമോ? കൈ നനഞ്ഞ് പൊത്തേ പിടിക്കുക, നനയാതിരുന്നാൽ അവിടെ ഇരിക്കാം. കൃപയും ഇല്ല, ഒന്നുമില്ല. എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും ഭക്തിയോഗം എടുക്കുക. നന്നായി പ്രാർത്ഥിച്ച് നന്നായി ആരാധനകൾ, സ്തോത്രയാഗങ്ങൾ ചെയ്ത് ഭക്തി വർദ്ധിച്ച് ഭഗവാനെ ധ്യാനിച്ചിരിക്കുക. അപ്പോൾ എല്ലാവർക്കും മറ്റുള്ളവർ കൂടെ കൊടുക്കുക. ഉള്ള അറിവ് എന്താണെന്ന് വെച്ചാൽ മറ്റുള്ളവർ കൊടുക്കുക. സത്യസത്യമായി ആ കാശിന് വേണ്ടിയല്ല. അല്ലാതെ ഒരാളുടെ കാണുമ്പോൾ ഒരു വിഷയം നമ്മൾ ഈ കാര്യം ഇവിടുത്തെ ഇന്നാരുണ്ടല്ലേ, ഇന്ന പെണ്ണുണ്ടല്ലേ, അതിനെ കാണാനില്ല, ഇത് പറയാൻ എന്താ താല്പര്യം? ഒരു നാണക്കേടുമില്ല. വേണ്ടാത്തത് പറയാൻ ആരെ കണ്ടാലും പറഞ്ഞു. നിങ്ങൾ അറിഞ്ഞോ? റോഡോ പോകുന്ന വിളിച്ചത് നിങ്ങൾ അറിഞ്ഞോണ്ട് ഇല്ല, ഇന്നത്തെ പെണ്ണിനെ കണ്ടില്ല, ഇന്ന പെണ്ണ് തൂങ്ങിച്ചത്തു, ഇത് പറയാൻ ഒരു നാണക്കേടുമില്ല. ഭഗവാന്റെ ഒരു കഥ, ഒരു ഈശ്വര വചനം പറയാൻ എന്തൊരു നാണക്കേടാ. അവർക്ക് എങ്ങനെയാണ് കൃപ കിട്ടുന്നത്? എല്ലാവർക്കും നമസ്കാരം. ഹരി ഓം ഹരി ഓം ഹരി ഓം.